Namaste, good morning students. Today we are learning about magnification. നമ്മൾ പൊസിഷൻ ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഇമേജും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. ആ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമുക്ക് ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടൈം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു കോൺകേവ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഫോക്കസ് അടയാളപ്പെടുത്തി, സെന്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് റേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റേ ഇതിലൂടെയാണ് പോകുന്നത്, പാരലൽ ആയിട്ട് പോയിട്ട് ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോയി. സെക്കൻഡ് റേ പോളിലൂടെ പോയിട്ട് എങ്ങോട്ടാ പോകുന്ന, ഒരു റേ പോളിലേക്ക് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്, പോളിലേക്ക് വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് പോയി. ഈ രണ്ട് റേയും നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. ഞാനവിടെ ഇമേജിനെ IM എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. IM ഒബ്ജക്റ്റ് ഞാൻ OB എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിനെ രണ്ട് റേ കൺസിഡർ ചെയ്തു. ഒരു റേ പാരലായിട്ട് വന്നിട്ട് ഫോക്കസിലൂടെ പോയി, ഒരു റേ പോളിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് വന്നു. ഈ രണ്ട് റേ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റാണ്. അവിടെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടും അല്ലെ. ഈ രണ്ട് റേ മീറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OB ആണ്. OBന്റെ ഹൈറ്റ് നമ്മൾ HO എന്നാണ് പറയുന്നത്, അതായത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇനി അതുപോലെ തന്നെ IM ആണല്ലോ നമ്മുടെ ഇമേജിന് പറഞ്ഞത്. ഇമേജിന്റെ ഹൈറ്റിന് നമ്മൾ HI എന്നാണ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ്. HO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, HI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ POB എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ട്രയാങ്കിൾ PIM ഈ ഒരു വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക, ഈ ഒരു ചെറിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഏതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ട്രയാങ്കിൾ POBയും ട്രയാങ്കിൾ PIMഉം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും അല്ലെ. നമ്മൾ കോൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കേട്ടോളൂ, കോൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി അനുസരിച്ച് ഈ ഒരു ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ഈ ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ആ ട്രയാങ്കിളിൽ കുറച്ച് സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി അനുസരിച്ച് ഈ ട്രയാങ്കിളും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ആ ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ IM എന്ന പോർഷൻ ഇല്ലതാ, ഈ IM ഡിവൈഡഡ് ബൈ OB, ഈ രണ്ട് ട്രയാങ്കിളിലും ഈ സൈഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ IP ഡിവൈഡ് ബൈ OPക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ട്രയാങ്കിൾ ഈ സൈഡും ഡിവൈഡ് ചെയ്യുന്നത് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു വലിയ സൈഡും ഈ ഒരു ചെറിയ സൈഡും കൂടി ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കാം, നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. അതായത് നമ്മളിപ്പോ പറഞ്ഞത് IM ഡിവൈഡഡ് ബൈ OB ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ OP ആണ്. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നോക്കൂ, IM ഡിവൈഡ് ബൈ OB ഈക്വൽ ടു IP, ഈ ഒരു പോർഷൻ, ചെറിയ പോർഷൻ ഡിവൈഡ് ബൈ ഈ വലിയ പോർഷൻ. ഓക്കെ, അത് ഈക്വൽ ആയിരിക്കും. അത് എങ്ങനെ നമ്മൾ ഈക്വൽ ആക്കിയത്? കോൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആവും, അതുകൊണ്ട് ട്രയാങ്കിളിൽ സൈഡ്സും ഈക്വൽ ആവും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ IM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? IM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, IM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HI ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം HI ഡിവൈഡഡ് ബൈ OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? HO ഇസ് ഈക്വൽ ടു IP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇനി IP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, അതായത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ IP എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് IP. അതുകൊണ്ട് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക? V പറഞ്ഞ ലെറ്റർ കൊണ്ടല്ലേ നമ്മൾ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ OP നോക്കൂ, OP എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് PO എന്നാണ് OP എന്നാണ് ഒന്നാണ്. അതായത് ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക? U എന്നാണ് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? HI ഡിവൈഡ് ബൈ HO ഈക്വൽ ടു V ബൈ U കിട്ടി. ഇനി നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിച്ചല്ലോ. ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമുക്കൊന്ന് ഇതിലേക്ക് സൈൻ അപ്ലൈ ചെയ്ത് നോക്കാം. സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റിലേക്ക് സൈൻ അപ്ലൈ ചെയ്യാം. HI ഡിവൈഡ് ബൈ HO ഈക്വൽ ടു V ബൈ U. ഓക്കെ, ഇനി സൈൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഇമേജിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് എവിടെ കിട്ടുന്നത്? താഴെയാണ് ഇവിടെ ഇമേജ് കിട്ടുന്നത്. അപ്പൊ താഴെ ഇമേജ് കിട്ടണം. നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് താഴെ കിട്ടുന്ന എല്ലാ വാല്യൂസും എന്താണ്? നെഗറ്റീവ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് കൊടുത്തു. ഒബ്ജക്റ്റ് ഹൈറ്റ് മുകളിലാണ് ഇരിക്കുന്നത്, അതിന് നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന റീഡിംഗ് ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടല്ലേ ഈ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും വരുന്നത്. അപ്പം ഈ വിയും യു ഒക്കെ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് നെഗറ്റീവ് മുകളിലും താഴെയും വന്നാൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? HI/HO ഈക്വൽ ടു V/U എന്ന് കിട്ടി അല്ലെ. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. ഈ HI/HO നമ്മൾ M എന്ന് പറയുന്നത്, അതായത് M ഡിനോട്ടഡ് ഹാസ് ദ മാഗ്നിഫിക്കേഷൻ, സൈസ് കൂട്ടുക, അതായത് മാഗ്നിഫിക്കേഷൻ എന്നുള്ള സൈസ് കൂടുതൽ വരിക. HI/HO ഈക്വൽ ടു M. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M ആണ്. മാഗ്നിഫിക്കേഷൻ എന്നൊരു ടേം ആണ്. അപ്പൊ നമ്മൾ M ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. -V/U. ഈ മൈനസ് അതിന് ഇപ്പുറത്തെ സൈഡോട്ട് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? M is equal to -V/U എന്ന് കിട്ടി. This is magnification. M is equal to -V/U. Magnification is the ratio of the image height to the object height. ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്താ പറയാ? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോൾവ് ചെയ്ത് വന്നത് മനസ്സിലായല്ലോ. Magnification is the ratio of the image height to the object height. Magnification is M equal to HI/HO equal to -V/U. Okay, clear ആണല്ലോ. ഇനി when magnification is 1, the size of the image and the size of the object are equal. നമുക്ക് മാഗ്നിഫിക്കേഷൻ 1 ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും? ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ 1 നമുക്ക് കിട്ടുള്ളൂ മാഗ്നിഫിക്കേഷൻ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഈസ് മോർ ദാൻ 1 ആണെങ്കിലോ, ഒന്നിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടുന്നെങ്കിലോ മാഗ്നിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് മനസ്സിലാക്കാം? സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ കൂടുതലായാലും മാത്രമേ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാളും കൂടുതൽ കിട്ടൂ അല്ലെ. മൂത്ത പാട്ട് കൂടിയാലേ നമുക്ക് കിട്ടുള്ളൂ, അതിനേക്കാളും കൂടുതൽ വാല്യൂ കിട്ടുള്ളൂ. When magnification is more than 1, the size of the image is greater than the size of the object. Okay. When magnification is less than 1, നമ്മളിപ്പോ പറഞ്ഞ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. The size of the image is smaller than the size of the object. ഇമേജിന്റെ സൈസ് ചെറുതും ഒബ്ജക്റ്റിന്റെ സൈസ് വലുതുമാണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും കിട്ടുക. When the magnification is positive, image is virtual and erect. നമുക്ക് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് റിയലും ആയിരിക്കും, ഇൻവേർട്ടഡ് തലതിരിഞ്ഞതുമായിരിക്കും. ഇനി കോൺവെക്സ് മിററിന്റെ കേസിലൊക്കെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? ഒന്നിനേക്കാളും ചെറുതായിരിക്കും. നമുക്കറിയാം ഇറക്റ്റും സ്മോളും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുക അല്ലെ. ഇമേജ് എങ്ങനെയായിരിക്കും? സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റിനേക്കാൾ സ്മോൾ ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ഒന്നിനേക്കാളും ചെറുതായിരിക്കും അല്ലെ. കോൺവെക്സ് മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് HI ലെസ് ദാൻ HO ആയിരിക്കും. അതായത് ഇമേജിന്റെ ഹൈറ്റ് ചെറുതായിരിക്കും, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആയിരിക്കും വലുത്. അപ്പം കോൺവെക്സ് മിററിലെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഇറ്റ് ഈസ് റിട്ടൺ ഓൺ റെയർ വ്യൂ മിറർ ദാറ്റ് ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ? എന്തായിരിക്കും അങ്ങനെ ഒരു റെയർ വ്യൂ മിററിലൊക്കെ അങ്ങനെ എഴുതാൻ കാരണം? ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ. ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ. നമ്മൾ മിററിൽ കാണുന്ന ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി അടുത്തായിരിക്കും എന്ന് നമ്മൾ ആ മിററിനകത്ത് എഴുതിയിരിക്കും. എന്തായിരിക്കും ഇതിന്റെ കാരണം? The image formed by convex mirror is always erect and diminished. നമ്മള് കോൺവെക്സ് മിറർ കാണുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റുമായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, വളരെ ചെറുതുമായിരിക്കും. Hence the driver who see the image of vehicles on the mirror develop a feeling that the vehicle coming from behind are at a greater distance. This may turn out to be dangerous. നമ്മൾ പറഞ്ഞു കോൺവെക്സ് മിററിൽ എപ്പോഴും എന്താണ്? ഇമേജ് എപ്പോഴും ചെറുതായിട്ടാണ്, ഡിമിനിഷ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഡ്രൈവർ അത് കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരാൻ മതി. ഒത്തിരി ദൂരെയാണ് വെഹിക്കിൾ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. നമുക്കറിയാം കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ ഡ്രൈവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമ്മള് പിന്നിലുള്ള വെഹിക്കിൾസിന്റെ ഇമേജ് മിററിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഒത്തിരി ദൂരെയാണോ, പിന്നിൽ നിന്ന് ഒത്തിരി ദൂരെയാണോ വെഹിക്കിൾസ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. കാരണം അതിന് ചെറിയതായിട്ടല്ലേ ഇമേജ് കാണിക്കുന്നത്. പക്ഷേ
ശരിക്കും ആ മിററിൽ കാണിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അടുത്തായിരിക്കും വെഹിക്കിൾ ഇരിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ മിററിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കുറച്ചും കൂടി ക്ലോസർ ആയിട്ടായിരിക്കും പിന്നിലുള്ള വെഹിക്കിൾ ഇരിക്കുന്നത്, പക്ഷെ ഇതിനകത്ത് ചെറുതായിട്ടാണ് കാണിക്കുന്നത് എന്ന് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഏകദേശം നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വെക്കുമ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ റേ ഡയഗ്രാം വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫോക്കസിന്റെ ഇക്വേഷൻ ഇല്ലേ, മിറർ ഫോർമുല, പിന്നെ അതുപോലെ റൂളും പഠിക്കാനുണ്ട്. മിറർ ഇക്വേഷൻ പഠിക്കാനുണ്ട്, നമ്മുടെ റേ ഡയഗ്രാം വരച്ച് പഠിക്കുക. റേ ഡയഗ്രാം ആണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഈ മിറർ ഫോർമുല, ഇത് പഠിച്ചതിന് ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ റേ ഡയഗ്രാം ഒരു ഒബ്ജക്റ്റിൽ നിന്ന് 2 റേ കൺസിഡർ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ പറ്റും. ആ ഒരു ഐഡിയ ക്ലിക്ക് ആവണം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് ക്ലാസ് വയ്ക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. നിങ്ങൾ ഈ ക്ലാസ്സിന്റെ വീഡിയോസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.